ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് അശ്വിൻ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് ഒരു അമ്പലത്തിൻ്റെ നടയിലേക്ക് പോവാണ്. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് തന്നെ ശ്രുതിയുടെ നെറ്റിയിൽ നിന്ന് അവിടെ കുറച്ച് കുങ്കുമം എടുത്ത് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ശ്രുതിൻ്റെ താലി, അതായത് അവിടെ ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ താലി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല, തൂക്കിയിടില്ല, ഒരു ഇതായിട്ട് വഴിപാട് പോലെ അതിൽ നിന്നൊരു താലി എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ കഴുത്ത് മഞ്ഞച്ചെടി എടുത്ത് താലി ശ്രുതിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷമാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. അതിനുശേഷമാണെങ്കിൽ അശ്വിൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുകളിലേക്ക് ഓടിപ്പോകുകയാണ്. തൊട്ട് പിന്നാലെ അഞ്ജലി വരുന്നുണ്ട്. പക്ഷേ അഞ്ജലി മുകളിലൊക്കെ വരുന്നത് അറിഞ്ഞിട്ട് അശ്വിനാണെങ്കിൽ ഒരൊറ്റ വാതിൽ ഇങ്ങനെ അടയ്ക്കുക കേട്ടോ. അഞ്ജലി ഇപ്പോൾ തുറക്കു കുഞ്ഞെ തുറക്കുമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ അശ്വിൻ തുറക്കില്ല. അതേസമയം പ്രീതി വളരെ വിഷമിച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അമ്മയും അമ്മായും അച്ഛനും കൂടിയിട്ട് വാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. കാരണം അത്രമാത്രം മനോരമ നാണം കെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങി പോകുമ്പോഴേക്കും ശ്രുതി അവരുടെ പുറകിൽ ഓടിപ്പോവാട്ടോ. അമ്മേ അച്ഛ പോവല്ലേ, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും മാറി നിൽക്കടി അവിടെ നിന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് തള്ളിയിട്ട് അവരവിടെ നിന്ന് പോവാണ്. ശ്രുതി പെട്ടെന്ന് അച്ഛൻ്റെ കാലിലൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കുക അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛനും ദേഷ്യത്തിൽ തന്നെയാണ് മുഖം തിരിച്ച് കളയും. ശ്രുതിക്ക് അത് വല്ലാത്ത വിഷമമാണ്. ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ അശ്വിൻ കാണുന്നുണ്ട്. പക്ഷേ അശ്വിൻ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. പിന്നീട് രാത്രിയാകുമ്പോഴേക്കും പ്രീതിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലായിട്ട് അഞ്ജലി റൂമിലേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിക്കും ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നുണ്ട്. നീ റൂമിലേക്ക് പോകണം എന്നൊക്കെ പറയാണ്. ശ്രുതിക്കും അതുപോലെ തന്നെ പ്രീതിക്കും ആദ്യ രാത്രിയിൽ ഉടുക്കാനായിട്ടുള്ള സാരി, അതുപോലെ തന്നെ ആഭരണങ്ങളും അഞ്ജലിയായിട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഇട്ടിട്ട് വളരെ ഭയങ്കര സുന്ദരികളായിട്ടാണ് ഇവർ ആദ്യ രാത്രി പോകുന്നത്. ആ സമയത്ത് ആകാശിൻ്റെ അടുത്ത് പ്രീതി പറയുന്നുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആകാശ് സമാധാനിപ്പിക്കേണ്ട സാരിയില്ല, എല്ലാം റെഡിയാവും, എന്തായാലും ചേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ശ്രുതിനെ നീ അതോർത്ത് വിഷമിക്കേണ്ട, ശ്രുതിയുടെ ലൈഫ് എന്തായാലും സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അതേസമയം ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ ആകെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. അതിന് മുമ്പ് ഈ മണിയറയൊക്കെ ഒരുക്കുന്നത് ശ്യാമാണ് കേട്ടോ. ശ്യാം മണിയറ ഒരുക്കുമ്പോഴും ശ്രുതി ആ ശ്യാമും തമ്മിലുള്ള ഫസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ നമ്മുടെ ശ്യാം മണിയറ ഒരുക്കുമ്പോഴൊക്കെ സ്വപ്നം കാണുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.